ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഒറ്റക്കാലം ബേബി നമ്മുടെ പപ്പിമോളെയും കൊണ്ട് വീണ്ടും കാട്ടിൻ്റെ അകത്തേക്ക് ഓടിയിരിക്കുവാണ്. പിറകെ ഓടിയിട്ട് നമ്മുടെ സത്യയ്ക്കാണെങ്കിലോ അവിടെ എത്താൻ പറ്റാതെ എന്താണ് സത്യ കാല് തട്ടി ഒരു മരക്കുറ്റിയിൽ തട്ടി കാല് തട്ടി സത്യ വീണ്. സത്യ ഒന്ന് കൺമിന്നി നോക്കുമ്പോഴത്തേക്കും ഒറ്റക്കാലം ബേബിയും പപ്പിയും അവിടുന്ന് കാണുന്നില്ല. കാടല്ലേ, ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയാൻ സത്യമോൾ അവിടെ പകച്ച് നിൽക്കുവാണ്. പക്ഷേ സത്യമോൾ അവിടെ പകച്ചിങ്ങനെ ദൈവം കൂട്ടായിട്ട് എന്താണ് നമ്മുടെ ശ്രീരഞ്ജിനി IPS അവിടെ ഇറക്കിയിരിക്കുവാണ്. ശ്രീരഞ്ജിനി IPS ഒറ്റക്കാലൻ്റെ മറ്റേ കാലിലേക്ക് നോക്കി വടിയെടുത്ത് പോലീസിൻ്റെ ഉന്നം വെച്ചെറിഞ്ഞ് അവനെ വീഴ്ത്തി താഴെ ഇട്ടിരിക്കുവാണ്. അങ്ങനെ പപ്പിമോൾക്ക് ഒരു രക്ഷ കിട്ടുന്നതാണ്. പക്ഷേ ഈ രക്ഷ കിട്ടുന്നതിനും ശ്രീരഞ്ജനിയുടെ കയ്യിൽ നിന്ന് വീണ്ടും പപ്പിമോളും സത്യമോളും രക്ഷപ്പെട്ട് തന്നെ പോകുവാണ്. അവർ ഇതുവരെ കണ്ടെത്താൻ ഒരു നേരം പുലർന്ന കാട്ടിൽ പുലർന്നിട്ടും ശാലിനിക്കോ വിഷ്ണുവിനോ അതുപോലെ തന്നെ ശ്രീരഞ്ജനിയുടെ കയ്യിലെത്തിയിട്ടും ശ്രീരഞ്ജനിയുടെ കയ്യിൽ നിന്ന് തന്നെ കുട്ടികൾ വഴുതിപ്പോയി എന്നതാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ശാരദാമ്മയെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ശാരദാമ്മ അറിഞ്ഞിരിക്കുവാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ ആ മുത്തിയുടെ വീട്ടിലാണ് നമ്മുടെ കുട്ടികൾ ഇരിക്കുന്നത് നമുക്കറിയാം. മുത്തി പച്ചമരുന്ന് അരിച്ച് എന്താണ് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമരുന്നിൻ്റെ മയക്കം തെളിഞ്ഞ് സത്യ എന്താണ് പപ്പി ഉണരുന്നവരെ കാത്തിരിക്കുകയാണ്. പക്ഷേ പപ്പിമോൾ ഉണരുമോ എന്ന കാര്യത്തിൽ മുത്തിക്ക് ഒരു ഉറപ്പുമില്ല. ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ ഉണരാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തി പറഞ്ഞതിൻ്റെ വാക്കുകളുടെ ഭയം കൊണ്ട് ദൈവമേ പപ്പിമോൾക്ക് ഒന്നും വരുത്തല്ലേ എന്നുള്ള രീതിക്ക് അത് പ്രാർത്ഥനയുമായിട്ട് സത്യ അവിടെ പപ്പിക്ക് ഉറങ്ങാതെ കണ്ണിമ പോലും വെട്ടാതെ തൻ്റെ കൂടപ്പിറപ്പ എന്ന് അറിയാതെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന രീതിയിൽ എന്താണ് ആ കുഞ്ഞിനായി കാത്തിരിക്കുവാണ് നമ്മുടെ ഈ സത്യമോൾ എന്ന കുഞ്ഞ്. അതിൻ്റെ ഒപ്പം തന്നെ ആ പ്രായമായ മുത്തിയും അവർക്ക് വേണ്ടി തന്നെ കൂട്ടിരിക്കുവാണ്. ഇവരെ കൂട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ഒറ്റക്കാലിന് ഇപ്പോഴൊന്നും കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലായി ഒറ്റക്കാലിൽ ആ കാട്ടിൽ തന്നെ പതുങ്ങിയിരിക്കുവാണ്. ഇവർ ഉറങ്ങാതിരിക്കുമ്പോൾ അവരെ ചൂഷണം ചെയ്ത് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ ഈ ഒറ്റക്കാലിനും എന്താണ് വിശ്രമം ഊണും ഉറക്കവും ഇല്ലാതെ അവനും ഇവരുടെ പിറകെ തന്നെ കൂടി എന്താണ് ഉണർന്ന് തന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ സംസാരിക്കുന്നത് ഉണരുന്നത് ചലനങ്ങൾ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവൻ ഇവരുടെ പിറകെ തന്നെ ഉണ്ടെന്നുള്ളതാണ് കാര്യം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാരദാമ്മയാണ്. ശാരദാമ്മയുടെ തപത്തിനകത്ത് ശാരദാമ്മയ്ക്ക് നേരെ സർപ്പത്തിൻ്റെ ആക്രമണം വരുമ്പോഴത്തേക്ക് ശാരദാമ്മ സർപ്പത്തിനെ നോക്കി എന്താണ് ശാരദാമ്മ മനസ്സിൽ ത്യജിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം ദൃഢനിശ്ചയത്തോടെ താൻ തൻ്റെ താലിയുടെ പാതിവൃത്യം ശാരദയുടെ പാതിവൃത്യമാണ് ധർമ്മദേവൻ്റെ മുന്നിൽ തനിക്ക് എതിരായി വയ്ക്കാനുള്ള ഒരു ആയുധമെന്ന് ശാരദാമ്മ പറഞ്ഞു. അപ്പോൾ ആ ആയുധമായ താലിയെ കയ്യിൽ പിടിച്ച് ആ പാതിവൃത്യത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയോടെ ശാരദാമ്മ നോക്കുന്നതാണ് കാണിക്കുന്നത്. ശാരദാമ്മ നോക്കുമ്പോൾ ശാരദാമ്മയുടെ ആ തീക്ഷ്ണതയിൽ ശാരദാമ്മയുടെ പാതിവൃത്യത്തിൻ്റെ സത്യം കൊണ്ട് ആ എന്താണ് വന്ന സർപ്പം ശാരദാമ്മയെ നോക്കി എന്താണ് ശാന്തമായി അടങ്ങി സർപ്പം തിരികെ പോകുകയാണ്. അപ്പോൾ ശാരദാമ്മയുടെ ഭാഗത്ത് നിന്ന് ആ പരീക്ഷണം തീരുന്നതും അവിടെ ശാരദാമ്മയുടെ ഭാഗത്ത് നിന്ന് ആ സർപ്പം വിടുന്ന് മാറുന്നതും ഇവിടെ എന്താണ് പപ്പിമോൾ കേട്ട് സർപ്പവിഷത്തിൻ്റെ ആവേശം മൊത്തം പപ്പിമോളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കണം. അങ്ങനെ പപ്പിമോൾ കണ്ണ് മെല്ലെ അങ്ങ് ഉണരുന്നതാണ് ഇവിടെ മുത്തിയുടെ വീട്ടിൽ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ സത്യമൊക്കെ സന്തോഷം പപ്പി വിളിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തിയും കൂടെ വരുന്നുണ്ട്. ഗ്രാൻഡ്മ പപ്പി ഉണർന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാൻഡ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും അയ്യോ ഈ ഗ്രാൻഡ്മ ഞാൻ രക്ഷപ്പെട്ടു സത്യ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ രക്ഷപ്പെട്ടു പപ്പി, നിന്നെ രക്ഷപ്പെടുത്തിയതേ ഈ ഗ്രാൻഡ്മ ആണ് മരുന്ന് അരച്ച് തന്നത് രക്ഷപ്പെടുത്തത്. അയ്യോ മക്കളെ ഈ വയസ്സായ കിഴവിയുടെ ശക്തി കൊണ്ടൊന്നുമല്ല, ഈ വയസ്സായ കിഴവി ഈ മരുന്ന് ഇതൊക്കെ അരച്ചിട്ടും ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവാധീനം കാട്ടിലെ ദൈവങ്ങളെല്ലാം നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ്, അല്ലാതെ ആരും നിങ്ങൾ പിള്ളേരെ ഇതൊന്നും എന്താ രക്ഷപ്പെടുന്ന ചരിത്രമില്ല. അപ്പം ദൈവത്തിന് നന്ദി എന്ന് പറയുമ്പോൾ സത്യം എന്താണ് ദൈവത്തിന് നന്ദി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഈ മുത്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ ഈ കാട്ടിലെത്തിപ്പെട്ടെന്നൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് പെട്ട്? അത് ഗ്രാൻഡ്മ ഞങ്ങൾ ഒരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്, ഇടയെ വെച്ച് വഴി തെറ്റിപ്പോയതാണ്. അപ്പം നിങ്ങൾ സ്കൂളിൽ നിന്ന് ചാടി പോന്നതാ എന്ന് പറഞ്ഞിട്ട് എന്താണ് പപ്പി മോക്കും സത്യം നോക്കും ഒരു പേടി. കാരണം സ്കൂളിൽ ചാടിപ്പോയത് നിങ്ങൾ അന്വേഷിപ്പം വീട്ടിലുള്ളവരെല്ലാവരും പരിഭ്രാന്തരായിരിക്കത്തില്ലേ, നിങ്ങൾ ഇവിടെ ഒന്നും അറിയാത്ത രീതിയിൽ എത്രയും നേരം വെളുക്കട്ടെ ഞാൻ തന്നെ നിങ്ങളെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എന്താണ് മെയിൻ റോഡിലേക്ക് കൊണ്ടുവിടാം, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും മക്കളെ, രാത്രി മൊത്തവും നടന്ന് ക്ഷീണിച്ച് ഇത്രയും നേരം ഉറക്കം ഒഴിഞ്ഞിരുന്നല്ലേ, ഞാൻ ഈ മുത്തിയുടെ എന്താണ് ഈ കിടക്ക വിരിച്ചൊന്ന് തരാം. ആ കിടക്കകത്തൊക്കെ നിങ്ങൾക്ക് മതിയാവുമെന്ന് അറിയത്തില്ല, പക്ഷേ ആ കിടക്കകത്ത് ഈ കമ്പിളൊക്കെ പുതച്ച് കിടന്നുറങ്ങും, നല്ല തണുപ്പുമുണ്ട്, മക്കൾ കുറച്ച് നേരം കിടന്ന് വിശ്രമിക്കും, മുത്തി ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാലൊക്കെ അകത്ത് കയറ്റി വെക്കാൻ പറഞ്ഞ് മുത്തി അവരെ കാലും എടുത്ത് വെച്ച് കൊടുത്ത് എന്താണ് അവർക്ക് പുതപ്പിച്ചും കൊടുത്ത് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പരസ്പരം നോക്കി എന്താണ് സത്യം എന്താണ് പപ്പിയും മോക്ക് രക്ഷപ്പെട്ടതിൻ്റെ ഇതിനകത്തൊരു ആശ്വാസത്തിൽ ഒരു ഉമ്മയും കൊടുത്ത് രണ്ടുപേരും എന്താണ് നെഞ്ചോട് നെഞ്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇത് നോക്കി മുത്തി എന്താണ് രസിച്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന കാടിൻ്റെ ഇരുട്ടീനും തീർന്നിട്ടില്ല, കാട് ഇപ്പോഴും നേരം വെളുത്ത് പുലർന്നിട്ടില്ല. കാട്ടിൽ ശാലിനി ആവട്ടെ അനുപല്ലവയാട്ടെ നമ്മുടെ വിഷ്ണു ആവട്ടെ രണ്ടുപേരും എന്താണ് രണ്ട് കൂട്ടരും പിള്ളേർക്കായി തീവ്രമായി അന്വേഷിക്കുകയാണ്. ശ്രീരഞ്ജിനിയും അന്വേഷണം നിർത്തിയിട്ടില്ല.
ഈ അന്വേഷണങ്ങളൊക്കെ ഇവർ നടക്കുമ്പോൾ ഇവരെ കണ്ണിലൊന്നും പെടാതെ ഈ കുട്ടികൾ പെട്ടിരിക്കുന്ന ഈ ദുഷ്ടനായ ഒറ്റക്കാലം ബേബിയുടെ കണ്ണിലാണ്. നേരം വെളുക്കോളം ഈ കുട്ടികളിൽ നിന്ന് കണ്ണിമ ചിമ്മാതെ തന്നെ ഈ ഒറ്റക്കാലം ബേബി കുട്ടികളെ തന്നെ നോക്കിയിരിക്കുന്നതുമാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശാരദാമ്മയുടെ അമ്പലത്തിലേക്ക് നമ്മുടെ പൂജാരി വരുവാണ്. പിറ്റേന്ന് എന്താണ്, നേരം വെളുത്തു, മെല്ലെ നേരം പുലർന്നു കഴിഞ്ഞു. നേരം പുലരുന്നതും ഈ നേരം പുലരുന്ന വരെ എന്താണ്, ഈ ബേബി ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാരദാമ്മ എന്താണ്, അമ്പലത്തിലെ പൂജ എന്താണ് പൂർത്തിയാക്കി വിജയകരമായി ഇതാക്കി ശാന്തയും എന്താണ് വന്നത്. അപ്പോഴത്തേക്കും പൂജാരി വന്നിട്ട് പറയോ, നിങ്ങളുടെ പൂജ സഫലമായി കഴിഞ്ഞു. ഇത് അത്ഭുതം തന്നെ. കാരണം ഇത്രയും കാലത്തിനകത്ത് ഒരിക്കലും ധർമ്മദേവനെതിരെ ഒരാൾ ഒരു വെല്ലുവിളി വിളിച്ചാൽ ധർമ്മദേവൻ തോറ്റു കൊടുത്ത ചരിത്രമില്ല ശാരദാമ്മ. നിങ്ങളുടെ പാതിവൃത്യം എന്ന് നിങ്ങൾ അവിടെ മുന്നിൽ വെച്ച ആയുധം അത് വിജയിച്ചിരിക്കുന്നു. അത് കൂടാതെ ഈ സ്വപ്നം വിജയിച്ച ഈ കാര്യത്തിനെക്കുറിച്ച് എനിക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതേ ഏകദേശം ലക്ഷണങ്ങളുള്ള ഒരു സ്ത്രീ എൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു കുട്ടികൾ എന്താണ് അപകടഘട്ടം താണ്ടിക്കഴിഞ്ഞു എന്ന് എനിക്കൊരു സ്വപ്ന ദർശനമുണ്ടായി. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ സംബന്ധമുണ്ട് ശാരദാമ്മേ. ഞാൻ ഇതിലൊന്നും വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഇവിടെ പൂജ ചെയ്യുന്ന ആണെങ്കിലും. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പറച്ചിലും ഈ കാര്യങ്ങളും ഇന്ന് നടന്നതെല്ലാം തന്നെ എനിക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ രീതിക്കകത്ത് ഈ അമ്പലം അറിയുന്നതാണെങ്കിൽ ഇത് എത്രയോ വലിയ പ്രസക്തി ആർജിച്ചേനെ. പക്ഷേ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള എന്താണ് ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കേട്ട് വന്ന അറിവിനകത്ത് വരുന്ന വ്യക്തികളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് വീണ്ടും ഞെട്ടലാവുന്നു. കാരണം ഭാനുമതി അമ്മ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് വന്നോ എന്നുള്ള രീതിക്ക് അത്. കാരണം അതുപോലത്തെ എന്താണ് ഉരുൾപൊട്ടലും മഴയും ഇടിയും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ എൻ്റെയും സ്വപ്നത്തിലേക്ക് വന്നു എന്നാണ് ഈ പൂജാരി പറഞ്ഞത്. അത് കേട്ട് ശാരദാമ്മ ഭയങ്കര ഞെട്ടിയിരിക്കുവാണ്. അതുപോലെ ശാന്തയും ഞെട്ടിയിരിക്കുവാണ്. ഇവരുടെ ഞെട്ടലിന് കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെ ഒരു വ്യക്തി കയറി വരുവാണ്. അത് കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എന്താണ് പപ്പിമോളും സത്യമോളും നല്ല പകലായി എന്താണ് സൂര്യൻ എന്താക്കും പുറത്തേക്ക് വന്നു കഴിഞ്ഞു. സൂര്യൻ്റെ വെളിച്ചം അവിടെയൊക്കെ പടർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് അവർ ഉണർന്നിട്ടില്ല, അവർ ഉറങ്ങുവാണ്. മുത്തി എന്താണ് അകത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ചായയോ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുത്തി അകത്ത് പോയപ്പോഴത്തേക്കും ഈ ഒറ്റക്കാലം നേരെ വന്ന് സത്യമോടെ പപ്പിമോടെയും പരത്തുന്നത് എന്താണ് ആ പുതപ്പൊക്കെ മാറ്റി. അവൻ പുതപ്പ് മാറ്റുമ്പോൾ നമുക്ക് തോന്നും കുട്ടികളെ വേറെ എന്തെങ്കിലും അവൻ ചെയ്യുമെന്ന് നമുക്കൊരു പേടി തോന്നും. പക്ഷേ എന്താണ് അവൻ്റെ ഊന്നുവടി ഒരെണ്ണം അവിടെ ചാരി വെച്ചു. ആ കട്ടിലിനകത്ത് ചാരി വെച്ചിട്ട് അവൻ എന്താണ് ഈ കുട്ടികൾ എന്താണ് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുമല്ലായിരുന്നു. സത്യയുടെ കൈ എടുത്ത് പപ്പിമോടെ കയ്യിൽ നിന്ന് മാറ്റി. കാരണം സത്യയെ പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. കാരണം വിളഞ്ഞ വിത്തായതുകൊണ്ട് തലയ്ക്ക് അടിച്ചിട്ടായാലും കടിച്ചു പിടിച്ചിട്ടായാലും സത്യ രക്ഷപ്പെടും. അതുകൊണ്ട് അവൻ പോകുന്നതിനകത്ത് ഒരു പ്രയോജനമില്ലാതെ മനസ്സിലായതുകൊണ്ട് പപ്പിമോളാണ് തനിക്ക് പറ്റിയേറെ എന്നും പപ്പിമോളെയാണ് അവൻ ആദ്യം തൊട്ടേ നോട്ടം വെച്ചിരുന്നത്. അങ്ങനെ കാരണം അപ്പാവിയായിട്ട് ആരാണ് തോന്നുന്നത് അവരല്ലേ നോട്ടം വയ്ക്കത്തുള്ളൂ. അപ്പം എന്താണ് പപ്പിമോളെ പുറത്തുനിന്ന് കൈ എന്താണ് സത്യയുടെ കൈയൊക്കെ എടുത്ത് മാറ്റി പപ്പിമോളെ മെല്ലെ എടുത്തുകൊണ്ട്. പക്ഷേ നമ്മുടെ സത്യ ഉറങ്ങുന്നുണ്ട്. സത്യ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ പപ്പിമോള് പെട്ടെന്ന് അങ്ങ് ഉണർന്നു. പക്ഷേ ഉണർന്നപ്പോഴത്തേക്ക് പപ്പിമോളുടെ എന്താണ് മുഖം എന്ന് പറയുന്നത് അവൻ്റെ തോളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ആരാന്നൊന്ന് പപ്പിമോൾക്ക് കാണാൻ പറ്റില്ല. ഉടനെ ആ ആരാ എന്നെ വിട് സത്യേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ഒറ്റക്കാലം എടാ ദുഷ്ട എന്നെ വിടടാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സത്യം എന്താണ് പെട്ടെന്ന് അങ്ങനെ കണ്ണ് ചിമ്മി ഒന്ന് ഉണരുക. കുട്ടികളല്ലേ ഒന്ന് കണ്ണൊന്ന് ഉണർന്ന് വരുമ്പോഴത്തേക്കും നേരം പിടിക്കത്തില്ല. നമുക്ക് തന്നെ ഉണർന്ന് വരുമ്പോഴത്തേക്കും ആദ്യത്തെ കാഴ്ച എന്താണ് നമ്മൾ ഇങ്ങനെ പരതിയല്ലേ നോക്കുന്നത്. അപ്പം എന്താണ് സത്യം എന്താണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അയ്യോ ഇവൻ എടാ വിടാനാടാ പറഞ്ഞത്. കാരണം ആ ബെഡിൽ നിന്ന് ഇന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കാരണം ആ ഉറക്കത്തിൻ്റെ ഒരു ചടവിൽ നിന്ന് മാറി വന്നെൻ്റെ. അപ്പോഴത്തേക്ക് എന്താണ് അവൻ ഈ ഒരു കാലിനകത്ത് കൊണ്ട് ഉന്തി അവൻ എന്താണ് കാട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ സത്യം വിട്ടുകൊടുത്തില്ല. അപ്പോഴത്തേക്ക് മുത്തി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മുത്തി അകത്താണ്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ എന്താണ് വെച്ച് പിടിച്ച് ഇവൻ്റെ പിറകെ ഓടി. അങ്ങനെ പിറകെ ഓടി ഇവർ വീണ്ടും എത്തുന്നത് കാട്ടിലേക്ക് തന്നെയാണ്. ഈ കാട്ടിലേക്ക് എത്തുന്നതെങ്കിൽ ഇവൻ എന്താണ് വാശിക്കകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ട് സത്യേ വാ എന്നെ രക്ഷിക്ക് എന്ന് നമ്മുടെ പപ്പിമോൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് സത്യമോൾ എന്താണ് പപ്പി എടാ വിടടാ ദുഷ്ടാ വിടടാ നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് എന്താണ് പിറകെ ഓടുവാണ്. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മരക്കുറ്റിക്ക് നമ്മുടെ സത്യയുടെ കാല് തട്ടി സത്യമോൾ അവിടെ താഴെ വീഴുവാണ്. അവൻ കാല് തട്ടി കുഞ്ഞിൻ്റെ കാലൊന്ന് മുറിഞ്ഞിട്ട് കുഞ്ഞിന് എണീക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവൻ ഒറ്റ കൊന്തലിന് വേറൊരു കാടിൻ്റെ ഭാഗത്തേക്ക് അങ്ങ് മാറും. അപ്പോൾ പെട്ടെന്ന് എന്താണ് സത്യമോൾ അവിടെ നിന്ന് ഉണർന്നൊന്ന് നോക്കുമ്പോഴത്തേക്കും തിരിച്ച് കണ്ണ് നോക്കുമ്പോഴത്തേക്കും ആ കാടിൻ്റെ ആ കണ്ണെത്തും ദൂരത്തിനകത്ത് പപ്പീനെ ഒറ്റക്കാലിനെ കാണാനില്ല, ഒച്ചയും കേൾക്കാനില്ല. അപ്പോഴത്തേക്കും സത്യമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീണ്ടും പരിഭ്രാന്തിയായി. കാരണം വെച്ചാൽ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വന്നിട്ട് ഇത്രയും നേരം കൈ പിടിച്ചിരുന്നതാണ് അവൻ്റെ കയ്യിലേക്ക് എത്തിച്ചെന്നാൽ അവനൊരു ദുഷ്ടനാണെന്ന് അറിയാം. അങ്ങനെ അവൻ എന്താണ് ഈ കുട്ടിയെടുത്ത് പറയുവാണ് നമ്മുടെ പപ്പയോട് പറയാം ഇനി നിന്നെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആര് വരാനാ കൊച്ചെന്ന് വെച്ചിട്ട് കൊച്ചിനെയും കൊണ്ട് എന്താണ് അവൻ കൊന്തി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും പപ്പിമോളെ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അവൻ്റെ പിടിയിൽ നിന്ന് വിട്ടുവരത്തക്ക രീതിയിലുള്ള ഒരു സ്ട്രെങ്തോ അങ്ങനത്തെ ഒരു എബിലിറ്റി ഒന്നും പപ്പിമോൾ കാണിക്കുന്നില്ല. അപ്പോഴത്തേക്കും എന്താണ് ശ്രീരഞ്ജിൻ്റെ കണ്ണിലാണ് ചെന്ന് പെടുന്നത്. കാരണം നിന്നെ ഇനി കാട്ടിൽ നിന്ന് രക്ഷിക്കാൻ ആരാൻ ചോദിക്കുമ്പോഴത്തേക്കും ശ്രീരഞ്ജിൻ്റെ കണ്ണിൽ പെട്ടതും എന്താണ് ബേബി ആയിരുന്നോ, ബേബി ഇവിടെ ഉണ്ടോ, രക്ഷിക്കാനൊക്കെ ആളുണ്ട് ബേബി, രക്ഷിക്കാനായി വന്നിരിക്കുന്നത്. ഈ കുട്ടിയെ രക്ഷിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കണം.
പിന്നെ നിന്റെ തറവാട്ടിൽ അയക്കണം. അതെ, സെൻട്രൽ ജയിലേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാഡം ഞാൻ ഈ കുട്ടിയെ കാട്ടിനകത്ത് അകപ്പെട്ടപ്പോൾ രക്ഷിച്ചതാ. ഓ ബേബി രക്ഷിച്ചെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പിന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ല. ബേബി ചുമ്മാ അടവിറക്കല്ലേ ബേബി ഇങ്ങോട്ടേക്ക്. നീ ആരാണ്? നിനക്ക് ഒരു രീതിയിൽ അടങ്ങാറായില്ലേ? നിന്നെ പിടിച്ച് സെൻട്രൽ ജയിലിൽ ഇട്ടാൽ മാത്രമേ നിന്നെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഇല്ലെങ്കിലേ ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത കാണത്തുള്ളൂ. നിന്റെ സ്ഥിരം പരിപാടി നമ്പരും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ശ്രീരഞ്ജിൻ്റെ അടുത്ത് വേണ്ട നിന്റെ കളി മനസ്സിലായെന്ന് പറയുമ്പോഴത്തേക്കും ബേബി എന്താണ് ധീരജ് നമ്മുടെ മോൾ ചോദിക്കുന്നുണ്ട്, മോളെ മോക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി എന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പ് നോക്കി നമ്മുടെ ബേബി എന്താണ് അങ്ങോട്ടേക്ക് ചാടി രക്ഷപ്പെടുക. പറ്റുന്ന ആ പരിധി അറിയാമല്ലോ, കാരണം ഒറ്റക്കാലനായതുകൊണ്ട് കൊന്തി പോകുമ്പോഴത്തേക്ക് വരുത്. ശ്രീരഞ്ജനത്ത് ഉടനെ പോലീസുകാർ പറഞ്ഞു മാഡം അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീരഞ്ജനെ ഒന്നും ചെയ്തില്ല. ശ്രീരഞ്ജൻ ഇങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശ്രീരഞ്ജൻ തോക്കെടുത്ത് കാലി വെടിവെക്കുന്നത്. ശ്രീരഞ്ജനി ചെയ്യുമ്പോഴാണ് മനസ്സിലായി ഇവനൊക്കെ തോക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെറുതെ എന്തിനാ ഒരു ഉണ്ട കളയേണ്ട ആവശ്യം തന്നെ. ശ്രീരഞ്ജൻ എന്താണ് അവിടെ തറയെ കിടന്ന ഒരു വടിയെടുത്ത് ശ്രീരഞ്ജനെ അവനെ കാല് നോക്കി ഉന്നം വെച്ച് അവനെ എറിഞ്ഞങ്ങ് വീഴ്ത്തുവാണ്. അത് പറന്ന് വീഴുന്നവനെ എറിഞ്ഞ് വിട്ടാൻ ആളുണ്ടെന്ന് പറയുന്ന പോലെ ശ്രീരഞ്ജനെ അവനെ എറിഞ്ഞവിടെ വീഴ്ത്തി കഴിയുമ്പോഴത്തേക്കും അവനെന്താണ് അവിടെ വീഴുന്നു. അപ്പം മറ്റുള്ള പോലീസിനോട് തന്നെ ഗോ ആൻഡ് ക്യാച്ച് ഹിം എന്ന് പറയുമ്പോഴത്തേക്കും അവർ പോയി എന്താണ് അവനെ പിടിച്ചു വയ്ക്കുവാണ്. അവനെ പിടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും എന്താണ് ഈ കുട്ടീനെ അപ്പോഴത്തേക്കും ശ്രീരഞ്ജൻ നോക്കത്തില്ല, ഇവൻ്റെ അടുത്തേക്ക് ശ്രീരഞ്ജന് പോകണം. നീ ഇവിടുന്ന് നീ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, എൻ്റെ കയ്യിൽ കിട്ടി നീ രക്ഷപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ശ്രീരഞ്ജൻ്റെ ശ്രദ്ധ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മുടെ പപ്പി മോള് തിരിച്ചെന്താണ് കാട്ടിലേക്ക് ഓടിപ്പോകണം. കാരണം സത്യയുടെ പിറകെ പോവാണ്. കാരണം സത്യയുടെ കയ്യിൽ നിന്നല്ലോ കൈ വിട്ട് വന്നത്, അപ്പോൾ സത്യയുടെ അടുത്ത് പോകണം. പക്ഷേ ശ്രീരഞ്ജൻ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പപ്പയെ മോളെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് ഈ ബാക്കി 2 കോൺസ്റ്റബിൾസിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചോ, ഞാൻ പോയി കുട്ടിയെ അന്വേഷിക്കാൻ വന്നിട്ട് തിരിച്ചെന്താണ് പപ്പയമോളെയും സത്യമോളെയും കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും കാട്ടിലേക്ക് ശ്രീരഞ്ജന് പോകും. കൈ വന്നിട്ട് തിരിച്ച് കുട്ടികൾ പോയി. തിരിച്ച് ഈ എന്താണ് ആ അവിടുത്തെ സ്ത്രീ മുത്തിയമ്മ തിരിച്ചു വന്ന് നോക്കുമ്പം ആ ഒരു ഊന്നുവടി ഇരിക്കുന്നു. ഈ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന് ആക്കാന്ന് വെച്ചിട്ട് ഈ കുട്ടികൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇവരൊന്നും കാണുന്നില്ലല്ലോ, ഒരു അനക്കം കേറി ഇത് എന്ത് പറ്റിയതാ എന്ന് പറഞ്ഞാൽ അവിടെ മുത്തി എന്താണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അവിടെ ഒന്നും കാണില്ല, ഒരു ഊന്നുവടി മാത്രം കാണുന്നതിൽ മുത്തി എന്താണ് കൈ പിടിച്ച് നോക്കും. പക്ഷേ ഇവൻ വന്നോ പിടിച്ചോ കൊണ്ടുപോയോ എന്നുള്ള ഒരു കാര്യവും അറിയത്തില്ല. മുത്തി എന്താണ് ഭയങ്കര പരിഭ്രമിച്ച് നിൽക്കുവാണ് എന്ത് പറ്റി കുട്ടികൾക്ക് എന്നിട്ട്. അപ്പോഴത്തേക്ക് എന്താണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശാരദാമ്മ അവിടെ അമ്പലത്തിനകത്തുണ്ടല്ലോ, ആ അമ്പലത്തിനകത്ത് ആ വന്ന് കയറിയ വ്യക്തി പറയുന്നുണ്ട് ഒരു ക്രിയാകർമ്മം ചെയ്യണമെന്ന് പൂജാരി. അത് ആർക്കും വേണ്ടിയിട്ടാണ്? അത് ഇവിടെ ഉരുൾപൊട്ടലൊക്കെ നടന്നില്ലേ, അതിൽ എൻ്റെ ഒരു ബന്ധുക്കാരി പോയി. പണ്ട് അവർ കുറേ കാലം എന്താണ് വേറൊരു സ്ഥലത്തൊക്കെ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലുള്ളവരൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ പിന്നെ എന്താണ് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ അവർക്ക് അഭയം കൊടുക്കാൻ ഏതോ ഒരു ചായക്കടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായക്കടയെക്കുറിച്ച് എപ്പോഴും എല്ലാവരോടും പറയും. ഇപ്പോൾ അവർക്ക് ബന്ധുവായിട്ട് എന്താണ് ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പം എൻ്റെ വലിയമ്മയായിട്ടൊക്കെ വരും. അതുകൊണ്ട് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിയാകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂജാരി എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ കേൾക്കുമ്പം എന്തോ ഒരു കുടുംബശ്രീന്നോ അങ്ങനെ എന്താണ്ട് ഒരു ചായക്കടക്കാരെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചൊക്കെ ഇഷ്ടംപോലെ അവിടെ എല്ലാവരോടും വാദോരാതെ പറയും. ഇപ്പോൾ സംഭവിച്ച ഉരുൾപൊട്ടലിനകത്ത് അവരെന്താണ് അവർ നഷ്ടപ്പെട്ടു. അപ്പം പിന്നെ അവർക്ക് വേണ്ടി ഒരു സമാധാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മയെ കേട്ടിട്ട് ഇയാൾ പറയുന്നത് കറക്റ്റ് ഭാനുമതി അമ്മയെ കുറിച്ചല്ലേ. അപ്പം ഭാനുമതി അമ്മ അപ്പം ഇയാൾ പറഞ്ഞ സമയം വെച്ചൊക്കെ ഉരുൾപൊട്ടൽ നടന്നിട്ട് 1-1.5 ആഴ്ച ആയി കഴിഞ്ഞു. 1.5 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ ഭാനുമതി അമ്മയെ ഇവർ കണ്ടു. അന്നേരം ഭാനുമതി അമ്മ ശാരദാമ്മ പറയുന്നത് ഞാൻ ക്യാമ്പിലായിരുന്നു, അങ്ങനെയൊന്നും വിട്ടയക്കത്തില്ല, അവിടെ ആടും കോഴിയും പശുവൊക്കെ ഉണ്ട്, ഞാൻ അവരുടെ കണ്ണ് വെട്ടിച്ച് എന്താണ് അവരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ചോദിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒരു അത്ഭുതം. ഇനി ഇവർ പറഞ്ഞ ക്യാമ്പെന്ന് പറയുന്നത് ഇവർ ഈ ഉദ്ദേശം മനുഷ്യൻ്റെ ക്യാമ്പ് തന്നെയാണോ അല്ലാത്ത രീതിയിൽ വല്ല ക്യാമ്പാണോ എന്നുള്ള രീതിക്ക് അത് ശാരദാമ്മ അവിടെ ഭയന്ന് നിൽക്കുമ്പോഴത്തേക്കും എന്താണ് ഇത് പറയണോ ശാരദാമ്മ അയാളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എന്ന് ശാരദ വയ്ക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ണ് കാണിച്ചിട്ട് പൂജാരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളും ലക്ഷണങ്ങളും എല്ലാം കേട്ടപ്പോഴത്തേക്കും ഈ കുടുംബശ്രീ എന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും പൂജാരിക്ക് മനസ്സിലായി ഇവർ പറയുന്ന ഭാനുമതി അമ്മയെ കുറിച്ച് തന്നെയാണെന്നും ആ ഭാനുമതി അമ്മ സ്വപ്ന ദർശനത്തിൽ വന്നു എന്നതാണ് ഈ ശാരദാമ്മ പറഞ്ഞതും എല്ലാ കാര്യം പൂജാരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ഭാവങ്ങൾ എന്താണ് മാറ്റാതെ ശാരദാമ്മയ്ക്ക് ഒരു പതർച്ചയായിപ്പോയി. എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു പതർച്ചയായി. ഇനി കൂടുതൽ പരിചയപ്പെടാനൊന്നും നിൽക്കാനുള്ള ത്രാണി ശാരദാമ്മയ്ക്ക് ഇല്ല. ശാരദാമ്മ എന്താണ് നമുക്ക് വേഗം ഇവിടെ നിന്ന് പോകുന്ന എന്നിട്ട് അമ്പലത്തിലേക്ക് പ്രാർത്ഥിച്ച് വഴിപാട് നേർച്ച കൈ കിട്ടിയതുണ്ടായിരുന്നു. അതും കൊണ്ട് അവർ പുറത്ത് പടി ഇറങ്ങുമ്പോഴത്തേക്കും അയാൾ ചോദിക്കുന്നുണ്ട് അവരാരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പൂജാരി ശാരദാമ്മയുടെ അങ്ങോട്ടേക്ക് ആ മുറ്റത്തിൻ്റെ വാതിലേക്ക് നോക്കുന്നുണ്ട്. ശാരദാമ്മ അത് പറയണോ വേണ്ടോ എന്ന ആശങ്കയ്ക്കകത്ത് പൂജാരി നോക്കുന്നുണ്ട്. പക്ഷേ പൂജാരി ഒന്നുമേ പറയുന്നില്ല. ശാരദാമ്മ ഒന്നും പറയില്ല എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നുമുണ്ട്. അപ്പം അവിടെയാണ് സീരിയലിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെയും കാണിക്കുന്നത് എന്താണ് ഈ ശാലിനിയും വിഷ്ണു എല്ലാവരും കുട്ടികളെ അന്വേഷിച്ചിറങ്ങുന്നതും ശ്രീരഞ്ജനി പിറകെ തന്നെ എന്താണ് കുട്ടികൾ അന്വേഷിച്ചിറങ്ങുന്നതാണ് കാണിക്കുന്നത്. നേരെ വീണ്ടും തിരിച്ചെന്താണ് പപ്പിമോളും സത്യമോളും ഒന്നിച്ചു കഴിഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് കൈയോട് കൈ കോർത്ത് കഴിഞ്ഞു. ഇവിടുന്ന് പൂജാരിയുടെ അവിടുന്ന് എന്താണ് ശാരദാമ്മ ഇറങ്ങിപ്പോകുന്നതും കാണിച്ചാണ് ഇന്ന് സീരിയൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നോക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്